രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം ആരംഭിച്ചു. സമ്പദ് രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങളുണ്ടായെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. എല്ലാ വീട്ടിലും വെള്ളം, എല്ലാവർക്കും വൈദ്യുതി, ഗ്യാസ്, സാമ്പത്തിക സേവനങ്ങൾ, ബാങ്ക് അക്കൗണ്ട് തുറക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി. ഭക്ഷണത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചു. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകി. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു. ഇതുമൂലം ഗ്രാമീണ മേഖലയിലെ ആളുകളുടെ വരുമാനം വർദ്ധിച്ചു. 2047ഓടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറും. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ ആദിവാസി സമൂഹത്തെ എത്തിക്കേണ്ടതുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പ്രത്യേക ഗോത്രങ്ങൾക്കായി ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആക്കം കൂട്ടി. ജലവിതരണ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുന്നുണ്ട്. 78 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് സഹായം നൽകി. കർഷകരെ ശാക്തീകരിക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം 4 കോടി കർഷകർക്ക് ലഭിച്ചു. പ്രധാനമന്ത്രി കിസാൻ യോജനയിൽ നിന്ന് 11.8 കോടി ആളുകൾക്ക് ധനസഹായം ലഭിച്ചുവെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.